എന്താണ് BSc റെസ്പിറേറ്ററി ടെക്നോളജി? ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗികൾക്കും അതുപോലെ ICUയിലെ ചികിത്സയിലുള്ള രോഗികളെ ചികിത്സിക്കുകയും അവരുടെ പരിചരണമൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഈ റെസ്പിറേറ്ററി ടെക്നോളജി എന്ന് പറയുന്നത്. ഇവരുടെ ഒരു പ്രധാന പഠന മേഖല എന്ന് പറയുന്നത് വെന്റിലേറ്റർ കൈകാര്യം ചെയ്യുക, അതുപോലെ ഓക്സിജൻ തെറാപ്പി, അതുപോലെ ശ്വാസകോശ പരിശോധനകൾ എന്നിവയൊക്കെയാണ്. സാധാരണ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു തെറാപ്പിസ്റ്റായിട്ട്, അതായത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ICU സ്പെഷ്യലിസ്റ്റായിട്ട്, അല്ലെങ്കിൽ പൾമണറി ഫങ്ഷൻ ടെക്നോളജിസ്റ്റായിട്ട്, ഇങ്ങനെയൊക്കെയാണ് ഇവർ ഓരോ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ റീഹാബിറ്റേഷൻ സെൻറ്ററുകളിലും പല ക്ലിനിക്കുകളിലൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നത്. ഇന്ത്യക്ക് അകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ഇവരുടെ ആവശ്യകത വളരെ വലുതാണ്. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഈ കോഴ്സ് പഠിച്ചാൽ വെറുതെ ഇരിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പഠിച്ച് നല്ല സ്കിൽഡായി മാറുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോ ഇത് സ്കിൽഡായി മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യകത ചെറുതല്ല. എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്പർ ഓഫ് ഈ സ്പെഷ്യലിസ്റ്റുകളെ ആവശ്യമുണ്ട്. നല്ല സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്യുന്ന ഒരു മേഖലയും കൂടെയാണ്. ഈ കോഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിനകത്ത് LBS വഴി എഴുതി ഗവൺമെൻറ് കോളേജുകളിൽ മെറിറ്റിൽ കയറാം. ഇനി മെറിറ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്ത് നല്ല കോളേജുകളിൽ, നല്ല യൂണിവേഴ്സിറ്റികളിൽ ഈ കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ അഡ്മിഷനോ അല്ലെങ്കിൽ കോളേജിലെ അഡ്മിഷൻ എടുക്കണം, ഏത് കോളേജ് അഡ്മിഷൻ എടുക്കണം, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലൊന്നും ഞങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരാവുന്നതാണ്.